നമസ്കാരം. അടയാളപ്പെടുത്തിയ റേഡിയസിലൂടെ ഫയലിംഗ് ചെയ്ത് എങ്ങനെ മാച്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷൻ ആരംഭിക്കാം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്നത് ചെയ്യാനാവും. കോൺവെക്സും കോൺകേവും റേഡിയസ് മാർക്ക് ചെയ്യുക. അളവനുസരിച്ച് കോൺവെക്സും കോൺകേവും റേഡിയസ് ഫയൽ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് കോൺവെക്സും കോൺകേവും റേഡിയസ് മാച്ച് ചെയ്യുക. നമുക്ക് മാർക്ക് ചെയ്ത ലൈനിനോടൊപ്പം റേഡിയസ് ഫയൽ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ പഠിക്കാം. ഈ എക്സർസൈസിന് ആവശ്യമായ ടൂളുകൾ താഴെ പറയുന്നവയാണ്: സ്റ്റീൽ റൂൾ, ട്രൈസ്ക്വയർ, ബെഞ്ച് വൈസ്, ഹാക്സോ ഫ്രെയിം വിത്ത് ബ്ലേഡ്, ഡിവൈഡർ, വെർനിയർ കാലിപ്പർ, മാർക്കിംഗ് മീഡിയ, ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ആൻഡ് സൈസസ് ഓഫ് ഫയൽസ്, സർഫേസ് ടേബിൾ, ആംഗിൾ പ്ലേറ്റ്, വെർനിയർ ഹൈറ്റ് ഗേജ്, ഡോട്ട് പഞ്ച് ആൻഡ് സെൻറ്റർ പഞ്ച്, ബാൽപീൻ ഹാമർ, ആൻവിൽ, സ്ക്രൈബർ. നമുക്ക് പാർട്ട് എ തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പഠിക്കാം. റോ മെറ്റൽസ് സൈസ് ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് പരിശോധിക്കുക. ഒരു ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് 6 ഫേസുകളും ഫയൽ ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. സർഫേസ് ടേബിളും ആംഗിൾ പ്ലേറ്റും വൃത്തിയാക്കുക. വെർനിയർ ഹൈറ്റ് ഗേജ് വൃത്തിയാക്കി അതിൻ്റെ പാർട്ടുകളുടെ സുഗമമായ ചലനം പരിശോധിക്കുക. വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് 60 mm × 60 mm സൈസിലേക്ക് മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വെച്ച് വർക്ക് പീസ് വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിവിധ ഗ്രേഡ് ഫയലുകൾ ഉപയോഗിച്ച് അതത് സൈസുകളിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് ബിയിൽ നിന്ന് 15 mm 45 mm അകലെ ഒരു ലൈൻ വരയ്ക്കുക. ഡ്രോയിങ് അനുസരിച്ച് വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഫേസ് സിയിൽ നിന്ന് 15 mm 45 mm അകലെ ഒരു ലൈൻ വരയ്ക്കുക. 30 mm ആർക്ക് വരയ്ക്കുന്നതിനായി ആർക്ക് സെൻറ്റർ ഓയിൽ പഞ്ച് ചെയ്യുക. ഒരു സ്റ്റീൽ റൂളിൽ ഒരു ഡിവൈഡർ ഉപയോഗിച്ച് 30 mm അളവെടുക്കുക. പ്രൊഫൈൽ പൂർത്തിയാക്കുന്നതിനായി 30 mm റേഡിയസ് ഉള്ള ഒരു ആർക്ക് വരയ്ക്കുക. ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ പ്രൊഫൈൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. അധിക മെറ്റീരിയൽ ഹാക്സോ ചെയ്യുന്നതിനായി വർക്ക് പീസ് ഒരു ബെഞ്ച് വൈസിൽ ഉറപ്പിക്കുക. ഒരു ഹാക്സോ ബ്ലേഡും ഫ്രെയിമും ഉപയോഗിച്ച് അധികമുള്ള മെറ്റീരിയൽ നീക്കം ചെയ്യുക. അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുന്നതിനായി ഡ്രോയിങ് അനുസരിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യുക.
അധിക മെറ്റൽ നീക്കം ചെയ്യുന്നതിനായി ഒരു ഹാക്സോ ബ്ലേഡും ഫ്രെയിമും ഉപയോഗിച്ച് മാർക്ക് ചെയ്ത ലൈനുകളിലൂടെ കട്ട് ചെയ്യുക. പാർട്ട് എയിലെ സ്റ്റെപ്പ് എ, സ്റ്റെപ്പ് ബി, റേഡിയസ് സി എന്നിവയ്ക്കുള്ള പ്രൊഫൈലുകൾ സൃഷ്ടിക്കാൻ നമുക്ക് പഠിക്കാം. സേഫ് എഡ്ജ് ഫയൽ, വിവിധ ഗ്രേഡ് ഹാഫ് റൗണ്ട് ഫയൽസ് എന്നിവ കൊണ്ട് 15 mm സ്റ്റെപ്പ് എ ഫയൽ ചെയ്യുക. സമാനമായി സേഫ് എഡ്ജ് ഫയൽ, വിവിധ ഗ്രേഡ് ഹാഫ് റൗണ്ട് ഫയൽസ് എന്നിവ കൊണ്ട് സ്റ്റെപ്പ് ബി ഫയൽ ചെയ്യുക. വിവിധ ഗ്രേഡ് ഹാഫ് റൗണ്ട് ഫയൽസ് ഉപയോഗിച്ച് 30 mm കോൺവെക്സ് റേഡിയസ് സി ഫയൽ ചെയ്യുക. പ്രൊഫൈൽ സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ ചെക്ക് ചെയ്യുക. 30 mm റേഡിയസ് ടെംപ്ലേറ്റ് ഉപയോഗിച്ച് കോൺവെക്സ് കർവിൻ്റെ റേഡിയസ് പരിശോധിക്കുക. നമുക്ക് പാർട്ട് ബി തയ്യാറാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പഠിക്കാം. റോ മെറ്റൽ സൈസ് ഒരു സ്റ്റീൽ റൂൾ ഉപയോഗിച്ച് പരിശോധിക്കുക. ഒരു ബാസ്റ്റാർഡ് ഫയൽ ഉപയോഗിച്ച് 6 ഫേസുകളും ഫയൽ ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു സർഫേസ് ടേബിളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്താൽ 45 mm × 45 mm സൈസിലേക്ക് മാർക്ക് ചെയ്യുക. ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ വെച്ച് വർക്ക് പീസ് വിറ്റ്നസ് മാർക്ക് ചെയ്യുക. വിവിധ ഗ്രേഡ് ഫയലുകൾ ഉപയോഗിച്ച് അതത് സൈസുകളിലേക്ക് ഫയൽ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഒരു ട്രൈസ്ക്വയർ ഉപയോഗിച്ച് പാരലലിസം, പെർപെൻഡിക്കുലാരിറ്റി എന്നിവ ഉറപ്പാക്കുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. ഫേസ് എയിൽ മാർക്കിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. ഒരു സർഫേസ് ടേബിളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഒരു ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്താൽ ഫേസ് ബിയിൽ നിന്ന് ഒരു 15 mm ലൈൻ മാർക്ക് ചെയ്യുക. ഒരു സർഫേസ് ടേബിളിൽ വെർനിയർ ഹൈറ്റ് ഗേജ് ഉപയോഗിച്ച് ഒരു ആംഗിൾ പ്ലേറ്റിൻ്റെ സഹായത്താൽ ഫേസ് സിയിൽ നിന്ന് ഒരു 15 mm ലൈൻ മാർക്ക് ചെയ്യുക. വർക്ക് പീസിൻ്റെ മുകളിലെ ഇടത്തെ മൂലയിൽ ഒരു സെൻറ്റർ പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ആർക്ക് സെൻറ്റർ പഞ്ച് ചെയ്യുക. ഒരു സ്റ്റീൽ റോളിൽ ഒരു ഡിവൈഡർ ഉപയോഗിച്ച് 30 mm അളവെടുക്കുക. പാർട്ട് ബിയുടെ പ്രൊഫൈൽ പൂർത്തിയാക്കുന്നതിനായി ഒരു ആർക്ക് വരയ്ക്കുക. ഡോട്ട് പഞ്ചും ബാൽപീൻ ഹാമറും ഉപയോഗിച്ച് ഒരു ആൻവിലിൽ പ്രൊഫൈൽ വിറ്റ്നസ് മാർക്ക് ചെയ്യുക. അധിക മെറ്റീരിയൽ ഹാക്സോ ചെയ്യുന്നതിനായി വർക്ക് പീസ് ഒരു ബെഞ്ച് വൈസിൽ ഉറപ്പിക്കുക. ഹാക്സോ ബ്ലേഡും ഫ്രെയിമും ഉപയോഗിച്ച് ഡ്രോയിങ് അനുസരിച്ച് അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുക. അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുന്നതിനായി ഡ്രോയിങ് അനുസരിച്ച് ലൈനുകൾ മാർക്ക് ചെയ്യുക. അധിക മെറ്റീരിയൽ നീക്കം ചെയ്യുന്നതിനായി മാർക്ക് ചെയ്ത ലൈനുകളിലൂടെ ഹാക്സോ ചെയ്യുക.
വിവിധ ഗ്രേഡുകളിലുള്ള ഹാഫ് റൗണ്ട് ഫയൽ ഉപയോഗിച്ച് കോൺകേവ് റേഡിയസ് ഫയൽ ചെയ്യുക. സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് പ്രൊഫൈൽ ഫിനിഷ് ചെയ്യുക. വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് അളവുകൾ പരിശോധിക്കുക. ടെംപ്ലേറ്റ് ഉപയോഗിച്ച് കോൺകേവ് റേഡിയസ് പരിശോധിക്കുക. ഒരു ചെറിയ ഫ്ലാറ്റ് സ്മൂത്ത് ഫയൽ ഉപയോഗിച്ച് പാർട്ട് എയും ബിയും ഡീബർ ചെയ്യുക. പാർട്ട് എയും ബിയും മാച്ച് ചെയ്യുക. അല്പം ഓയിൽ അപ്ലൈ ചെയ്ത് അവ മൂല്യനിർണ്ണയത്തിനായി സൂക്ഷിക്കുക. നമ്മൾ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. കോൺവെക്സും കോൺകേവും റേഡിയസ് മാർക്ക് ചെയ്യുക. അളവനുസരിച്ച് കോൺവെക്സും കോൺകേവും റേഡിയസ് ഫയൽ ചെയ്യുക. ഡ്രോയിങ് അനുസരിച്ച് കോൺവെക്സും കോൺകേവും റേഡിയസ് മാച്ച് ചെയ്യുക. അടയാളപ്പെടുത്തിയ റേഡിയസിലൂടെ ഫയലിംഗ് ചെയ്ത് എങ്ങനെ മാച്ച് ചെയ്യാം എന്നതിനെപ്പറ്റി ഇത്രയുമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ആശയങ്ങളും എക്സസൈസും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.